ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന എൻ.ഡി.എയുടെ കേരള പദയാത്രയ്ക്ക് ഇന്ന് കാസർഗോഡ് തുടക്കം. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് താളിപ്പടപ്പ് മൈതാനിയിൽ ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പദയാത്ര ഉദ്ഘാടനം ചെയ്യും. 20 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന പദയാത്ര അടുത്ത മാസം 27-ാം തീയതി പാലക്കാട് സമാപിക്കും. ദീപക് തർമ്മം ചേരുന്നു തത്സമയം കാസർഗോഡ് നിന്ന്. ദീപക്, ഗുഡ് മോർണിംഗ്. പറയൂ, പദയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ റെഡിയായോ? എന്തൊക്കെയായിരിക്കും ഈ പദയാത്രയിലൂടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നൽകുന്ന സന്ദേശം? എസ് കെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് താളിപ്പടപ്പ് മൈതാനത്തിലാണ്. മൈതാനത്തിൽ ഈ ബി.ജെ.പിയുടെ കേരള പദയാത്ര എൻ.ഡി.എയുടെ പേരിലാണ് പദയാത്ര സംഘടിപ്പിക്കുന്നത്. കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയുടെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ ഉദ്ഘാടനം ചെയ്യുന്നതായിരുന്നു ആദ്യം തീരുമാനിച്ചത്. പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിൽ, ബീഹാർ രാഷ്ട്രീയത്തിലൊക്കെയുള്ള പ്രശ്നങ്ങളുടെ സാഹചര്യത്തിൽ ജെ.പി. നദ്ദ കേരളത്തിലേക്ക് വരുന്നില്ല. പകരം ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്താണ് ഉദ്ഘാടനം ചെയ്യുന്നത്. എസ് കെ ചോദ്യത്തിലേക്ക് വന്നാൽ, മോഡിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യമാണ് യാത്രയ്ക്ക് നൽകിയത്. സുരേന്ദ്രന്റെ 24 അഭിമുഖത്തിൽ, ആൻസർ പ്ലീസ് അഭിമുഖത്തിലും ഇതോടുകൂടി ഇരു മുന്നണികളിൽ നിന്നും ചില ഘടകകക്ഷികൾ ബി.ജെ.പിയിലേക്ക് വരും. അത്തരത്തിലാണ് ഈ പരിപാടിയുടെ ആസൂത്രണം നടക്കുന്നത് എന്നുള്ളതാണ് പങ്കുവച്ചത്. ഏതായാലും പല വിഭാഗങ്ങളെ, അതായത് SNDP, NSS തുടങ്ങിയ സമുദായ സംഘടനകൾ, ക്രൈസ്തവ സഭ, ഇവരുമായൊക്കെയുള്ള കൂടിക്കാഴ്ചകൾ ഈ യാത്രയുടെ ഭാഗമായി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഏതായാലും ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം എൻ.ഡി.എയുടെ പേരിൽ കെ സുരേന്ദ്രൻ നയിക്കുന്ന ഒരു യാത്രയാണ്. ഈ യാത്രയ്ക്കിടയിൽ ചില രാഷ്ട്രീയ മാറ്റങ്ങളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ ഇടപെടലുകളുടെ സൂചനകൾ നൽകുന്നുണ്ട്. മാത്രവുമല്ല, ഈ കേരളം ദേശീയ തലത്തിൽ ഒരു പ്രക്ഷോഭം, കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ളത് ഫെബ്രുവരി 8 നടത്താൻ പോകുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഈ കേന്ദ്ര ആനുകൂല്യങ്ങൾ കേരളത്തിന്, സംസ്ഥാനത്തിന് നൽകാതെ നേരിട്ട് ബെനിഫിഷ്യറികൾക്ക്, ഗുണഭോക്താക്കൾക്ക് നൽകണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ ഏതായാലും എന്തെങ്കിലും ചില രാഷ്ട്രീയ ഇടപെടലുകൾ ഈ യാത്രക്കിടയിൽ ഉണ്ടാകുമെന്ന സൂചനയാണ് കെ സുരേന്ദ്രൻ നൽകുന്നത്. എസ് കെ. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മടം.